ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റ് ഉടനെ അടിയാണ്. ഇവിടെ രണ്ടുപേരും അടി ഗൈസ്. എന്താ പ്രശ്നം നിങ്ങളെ? രണ്ടു കൊല്ലം മുമ്പത്തെ രാജിക്കിനോട് കളിക്കാൻ പോലും ചെന്നില്ല. കുറച്ച് ദിവസമായിട്ട് നമ്മള് ബാക്ക് ടു ഫ്രീ ഫയർ കളിക്കുന്നുണ്ട്. അപ്പൊ അതില് എന്തൊക്കെയാണ് കേരളത്തില് വേറെ പ്ലേസിലൊന്നും അതില്ല. പറ്റത്തില്ല അവന് നമ്മൾ ടൂർണമെന്റ് അല്ല വാറ് വിളിച്ചു കഴിഞ്ഞാൽ വാറിന്റെ റൂള് കളിക്കണം. അല്ലാണ്ട് ടൂർണമെന്റ് റൂൾ ഒന്നും കളിക്കാൻ എനിക്കില്ല. കേരളത്തിൽ എല്ലാരും കളിക്കുന്ന വാറിന്റെ റൂള് നമ്മൾ തോറ്റില്ലേ പിള്ളാടി നീ തോറ്റില്ലേ നീ പിള്ളാടി രണ്ട് കളി തോപ്പിച്ചോട്ട് തട്ടിട്ട് ഡെയിലോട്ട് അടിക്കില്ല. തോറ്റിട്ട് ഡെയിലോട്ട് അടിക്കുന്നത്. തോറ്റ് ഒരാഴ്ച മുമ്പത്തെ നമ്മള് തോറ്റ്. മിന്നാത്ത കളി 2 കളി അടിച്ചു ഒപ്പിച്ചു. ഇനി ഇവൻ പറ ഇന്നലെ റാഷിദ് ടിവി റൂം ഇട്ടിട്ട് എന്താ നടന്നത്? ഏക്കിട്ടോക്ക് പാൻറ്റിൽ മുള്ളിന്നാ കേട്ടത്. ഇന്നലെ ആണെങ്കിൽ രാവിലെ അവൻ പറഞ്ഞു റാഷിക്ക് റൂം ഇടുക ചെല്ലാന്നൊക്കെ പറഞ്ഞു. ഞാനത് കേട്ടതാ. ഇന്നലെ രാത്രി എത്തി അമാർ റൂം ഇട്ടിട്ട് അമാരെ റൂമിൽ കൊടുത്തു. ഞാൻ ഒരു കാര്യം പറഞ്ഞാണ്, ഓൾ സ്കിൽ അലോഡ് കാലത്ത് തന്നെ പറഞ്ഞു. രാത്രി ആയിപ്പോ പറയാ അത് വലിയ ടൂർണമെന്റ് റൂളിന്ന്. നമ്മള് ഫ്രീ ഫയർ കളിക്കുന്ന കുറച്ച് പേരെ കാണല്ലോ ഗൈസ്. എങ്ങനെയാണ് കളിക്കുന്നത് നിങ്ങൾ തന്നെ കമന്റ്. നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ഇനി ഇങ്ങനത്തെ അടികളും ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ലൈവാണ്. ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഇട്ട് എങ്ങനെയാണ് കളി എന്നൊക്കെ ഫാൻസ് ഇല്ല പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഗെയിം. 2020 അളിഞ്ഞു അൽക്ക ബാക്ക്ഗ്രൗണ്ട് ശബ്ദം കേട്ടപ്പോഴേ ഇന്നലെ കൊറേ നേരം വെയിറ്റ് ചെയ്തു. റാഷിദ് ടിവി എത്ര നേരം വെയിറ്റ് ചെയ്തു? റാഷിദ് നമ്മള് റൂമിട്ട് പാസ് കൊടുത്തിട്ട് അതിലവന് വരാൻ പറ്റില്ല. അവന്റെ റൂമിൽ നിങ്ങളെ കള്ളക്കളിയല്ലേ? ഇവര് ടൂർണമെന്റ് റൂൾസ് കളിക്കൂലിക്ക. ടൂർണമെന്റ് റൂൾസിൽ ഓട്ടോ സ്റ്റാർട്ടാണ്. നമുക്ക് സഹായിച്ചാലോ? അപ്പൊ എന്തായാലും ഒരു ഓട്ടോക്കാരൻ ഒരു ഓട്ടോ ചേട്ടൻ നിന്ന് സഹായിക്കാം. ഇതൊന്നും ആരെയും കാണാതെ പോരുത്. അതെ അതെ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, പെട്ടു. എടാ ഒന്ന് നോക്കിക്കത് പോയി സഹായിച്ചൂടെ? എനിക്ക് മനസ്സിലായി ഓഫായ. ആ കൊമ്പന്റെ തള്ളിലാണ് ഈ പോയത്. കൊമ്പൻ തള്ളിയപ്പോഴാണ് വണ്ടി പോയത്. ഓട്ടോന് ടോറസിന്റെ ഇപ്പറന്നല്ല തള്ളു എന്നാ തള്ളു. ഓട്ടോ അതെ കണ്ടോ? ആ അങ്ങനെ വക്രി എന്തോ ട്രിക്ക് പറഞ്ഞു തോന്നുന്നുണ്ട് അവിടെ നിന്ന്. എഞ്ചിനെ വരെ പോയി. അപ്പൊ റാഷിദ് ടിവി പിണക്കത്തിലാണ്. കാരണം 2 ദിവസമായിട്ട് ഇപ്പൊ മിണ്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. കാരണം ഫാദേഴ്സ് ഡേന്റെ അന്ന് റാഷിദ് ടിവി കുറച്ച് ക്ലിപ്സ് അയച്ചെന്നായിരുന്നു. ഞാൻ അത് കണ്ടില്ല, സത്യമായിട്ട് മനപ്പൂർവ്വമായി നിന്നതാ. വിഷമായ എന്തായാലും നമുക്ക് ഈ വീഡിയോയില് അല്ല ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാം. എന്തായാലും നിങ്ങൾ അത് പോയി കണ്ടോ ഗൈസ്. അങ്ങനെ ഞാൻ പെരുന്നാൾ പ്രമാണിച്ച് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഓർത്തത് ഗൈസ് ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. സോ അപ്പോൾ നമ്മുടെ ഉപ്പാക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കസിൻ ഉണ്ട് നിഷാൻ ഗൈസ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു ചെറിയൊരു കടയിൽ വന്നാണ് ഷർട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കുറേ വലിച്ചിട്ട് അവസാനം ഇത് ഫിക്സ് ചെയ്യാം. ഇതെടുക്കലടാ, ഇതെടുക്കാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് പാക്ക് ചെയ്യാം. എന്തായാലും ഉപ്പൊക്കെ ഇങ്ങനത്തെ കളറിൽ ടീഷർട്ടോ ഷർട്ടൊന്നും ഇല്ല, ഇടില്ലെന്ന് അറിയില്ല. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതപ്പോ ഇപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയാ പറ്റും? ഇന്നത്തെ ദിവസത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. അതൊക്കെ അറിയുന്ന പ്രത്യേകതകളൊക്കെ പറഞ്ഞോളെ. അറിയണ പ്രത്യേകം ഒന്ന് മെയിനായിട്ടുള്ള പ്രത്യേകം മോന് എറണാകുളത്ത് നിന്ന് വന്നു. എനിക്ക് അടുത്തത് മെയിൻ പ്രത്യേകത. പിന്നെ നോമ്പാണ്. നോമ്പെടുത്തിട്ടൊക്കെയാണ്. നോമ്പുണ്ട്, നാളെ പെരുന്നാളാണ്. ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം വേറെ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. വേറെ പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ശരി, അല്ലല്ല ഒരു ക്ലൂ തരാം. ഉപ്പയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അല്ലെങ്കിൽ
ഉപ്പമാര് ഇനി കിട്ടിയില്ല. എന്താണ് പിതാക്കന്മാരുടെ ഡേറ്റ് ആണ്. അതെ അതെ, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അയ്യോ, June 16 ഫാദേഴ്സ് ഡേ ആണ്. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നാളെ പെരുന്നാളും ഫാദേഴ്സ് ഡേ എല്ലാം കൂടി ഞങ്ങൾ വാങ്ങപ്പോ ഒരു സംഭവം വാങ്ങാൻ വിചാരിച്ചു. ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്, കാരണം ഇങ്ങനത്തെ കളറിൽ ഇടലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ കിടിലായിരിക്കും. ഇതിന്റെ കൂടെ ഒരു ക്രീം പാന്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ കോളേജിൽ പോണ ചെക്കന്മാരെ ഉണ്ടാവും. കറുപ്പ് ഒരെണ്ണം കറുപ്പുണ്ട്, ഇടാതെ എടുത്ത് വെച്ചിട്ട്. അത് ശരി, പക്ഷെ ഇത് കറുപ്പല്ല, ഇത് വേറെ കളറാ, ഡാർക്ക് ബ്രൗൺ. ആ കണ്ടോ, കറക്റ്റല്ലേ? ഇത് ഒരു ക്രീം പാന്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ, കമ്പനിക്കൊക്കെ പോകുമ്പോ ഇടാം. ഇപ്പൊ തന്നെ ഇടുന്ന പൈസ ഇട്ടാ. ഓക്കെ, അപ്പൊ ഹാപ്പി ഫാദേഴ്സ് ഡേ. പിന്നെ വേറൊരു കാര്യം, ഈ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടോ? കാരണം ഇതിന് മുന്നേ എന്തോ ഇതുപോലെ ചോദിച്ചപ്പോൾ ഇപ്പൊ അടിപൊളിയായിട്ട് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. കുറെ കമന്റ് അങ്ങനെ വന്ന്, അതായത് ഇപ്പൊ അടിപൊളിയായിട്ട് റിപ്ലൈ തരുന്നുണ്ടല്ലോ, സംസാരിക്കണ്ടല്ലോ എന്നുള്ള കമന്റ്സ് ഒക്കെ വന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും വാക്ക് പറയാനുണ്ടോ? അല്ലെങ്കിൽ ഉപ്പമാരെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന മക്കളോട് എന്തെങ്കിലും തന്നെ പറയാനുള്ളൂ. ഉപ്പമാരോട് ഓരോ ഉപ്പമാർക്കും ഓരോ അനുഭവം. അതെ അതെ, ഓക്കെ. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. പല സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പൊ പറയാം. മക്കളെല്ലാരും ഇപ്പൊ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്, അവിടുന്ന് ഒരു പടി കൂടി മേലോട്ട് ഉയരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത്ര. അപ്പൊ അതാണ് എല്ലാവരും പറയാനുള്ളത്. ഭാസ്കർ എന്താ ചെയ്യുന്നത്? അത് കണ്ടുപിടിക്കായിരുന്ന. അപ്പൊ പണിയെടുക്കാനുള്ള പണി സാധനം കയ്യിൽ നിന്ന് പോയി. കുറെ നാൾ എടുക്കാണ്ടിരുന്നിട്ട് കാലപ്പഴക്കം വന്നായി. എല്ലാ പരിപാടികളും ഒന്നും ഒഴിവാക്കില്ല, എല്ലാം. അമ്മ പറയാണ് ഗെയിം ഒന്നും ഒരു പ്രശ്നമില്ല, നിങ്ങളെ കണ്ടപ്പോഴാണ് മനസ്സിലായി. അതാ ഞാൻ ആദ്യം അതിന് കുടുംബശ്രീയിൽ സ്ത്രീകളിങ്ങനെ പറഞ്ഞു, കുറെ കുട്ടികൾ ഗെയിം കളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയത്. എന്താ ഇതിനെപ്പറ്റി പറയണമ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണ്ടേ? എനിക്ക് ആദ്യം ഇതിനെപ്പറ്റി ഒരു സംഗതി അറിയില്ല. അങ്ങനെയാണ് ഞാൻ നോക്കിയത്. അപ്പൊ ഞാൻ അടുത്ത ക്രിസ്ത്യൻ്റെ ആയിരുന്നു, അങ്ങനെ നോക്കിയതാ. എനിക്കിതിലൊന്നും തോന്നുന്നില്ല. നോക്കി നോക്കി ഞാൻ ഇതിന്റെ അഡിക്റ്റായി. അമ്മയും ആരും കേക്കണ്ട, അമ്മ അങ്ങനെ പറഞ്ഞു. ഞാനെന്താ പറയാ, എനിക്ക് വേറെ തോന്നുന്നില്ല ഗെയിമായിട്ട്. നമ്മൾ മലയാളം സിനിമ കാണുന്ന അതിൽ എന്തൊക്കെ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്, അതിനകത്ത് ആ സിനിമ കഴിഞ്ഞ ക്യാരക്ടർ കഴിഞ്ഞ്, അല്ലാതെ എഴുതല്ലോ. നമുക്ക് ഭയങ്കര സർപ്രൈസ്. എന്നോട് വന്ന ഉടനെ പറയാ, നൗഫലിനെ സമ്മതിക്കണം, ഒരു മോനെ നോക്കാൻ ഞാൻ കഷ്ടപ്പെടുന്നു. ഞാൻ സത്യം ഞാൻ എപ്പോഴും പറയും ഇവരോട്, ഞാൻ ഒരാളെ ഇവൻ ഒരു ഇത്തിരി ലേറ്റ് ആയാലും അർജു എവിടെയാണ്, അച്ഛൻ്റെ അച്ഛൻ 5 വർഷമായി. ഈ 5 വർഷത്തിനുള്ളിൽ ഇവന് ഒരു ദിവസം എന്റെ ഫോൺ ചെക്ക് ചെയ്താൽ ഈ സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ തുടങ്ങും, അർജു എത്തിയോ, കഴിഞ്ഞോ, ഓടിച്ചു കഴിഞ്ഞോ, എത്തിയോ, ഇപ്പൊ എവിടെ എത്തി, ഇതെന്നെ എങ്ങനെ വിളിച്ചോണ്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. അമ്മ ഒരു ഇത്തിരി സൂര്യം കൂടെ ഞാനിതാ എത്തി, വണ്ടി ഒന്ന് നിർത്തട്ടെ. ഞാനിങ്ങനെ ഇത്രയും പിള്ളേരെ ഒരു ഇതിൽ വിളിച്ചിട്ട് എത്തണമെങ്കിലല്ലേ. സന്തോഷായി, വലിയൊരു ആഗ്രഹം സാധിച്ചു. എന്റെ ഒരു വലിയൊരു ആഗ്രഹം സാധിച്ചു. വലിയൊരു ആഗ്രഹിച്ചു, ഭയങ്കര കളിയാക്കില്ല, ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത്. കാരണം എല്ലാരും വന്നാലും ചിലപ്പോ ഉള്ളിലുണ്ടെങ്കിൽ പറയില്ല, കണ്ടിട്ട് ഇങ്ങനെ അറച്ചിരിക്കും. പക്ഷെ അമ്മ തുറന്നു പറയും, കണ്ണൊക്കെ പറയും. സത്യം പറഞ്ഞു, എന്റെ TV ഇതാ തുറന്നു കഴിഞ്ഞാല് ജോസുട്ടി, കൊമ്പെ, എല്ലാരും അറിയാം. ഇതിന്റെ ഉള്ളു വേറെ ഒരു പരിപാടി ഇല്ല. ഇതിങ്ങനെ കണ്ടോളൂ. ഇനി അഥവാ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വീടിട്ടുണ്ടെങ്കിൽ പഴയ അതായ പരിപാടി, അല്ലാതെ വേറെ ഒരു സിനിമ വെക്കല്ല, സീരിയലിന്റെ പരിപാടി അങ്ങനത്തെ ഒന്നും. സിനിമ വെക്കും, ഇപ്പം വന്നാല് എന്തെങ്കിലും സിനിമ വെച്ചാൽ അത് കുറച്ച് മതി, അർജുനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ്. അപ്പൊ നമുക്കിപ്പോ ഗെയിമിനെ കാണേണ്ടി വരും. ഇപ്പൊ ഒരു TRP മാറിയത് അത് പിള്ളേര് വേറെ എന്തെങ്കിലും ഒരു ഞാനിവിടെ പറഞ്ഞു, അമ്മ എന്താ പറയുക. എന്നിട്ട് ഇവരോട് എന്നിട്ട് പറയുന്നത്, ഞാനൊരു മോൻ ഭക്ഷണം കഴിച്ചോണ്ട് ആ പിള്ളേർക്ക് എവിടെയും ഒരു ഇങ്ങനെ എല്ലാരും കൂടി എന്തിനാ എങ്ങനെ ഇട്ടേ ചെയ്യുന്ന പിള്ളേരെന്ന് പറയും. ഇങ്ങനെ എല്ലാ ഗെയിമും കൂടി ചെയ്യുന്ന എന്തിനാ, അമ്മ എന്ത് ലോകത്താണ്.
വേറെ യൂണിവേഴ്സ്. അത് വേറെ ലോകം. അത് സത്യം. ഗെയിമില് ഞാനറിയില്ല. നമ്മുടെ സർവറിന്റെ പേര് TKRP എന്നൊക്കെ. എന്നോട് പറയാം അമ്മ ഒരു ഇത് TV-ക്ക് തന്നെ ഞാനൊരു ഇതൊക്കെ ലാപ്പ് ഇതിന്റെ ലാപ്പ് ഉണ്ടാവും. ഞാനത് ഇവിടെ വെച്ച അമ്മ നാളെ ചിലപ്പോൾ ഗെയിമും തുടങ്ങും. ഇല്ല തുടങ്ങിക്കൂടെന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും കോഴിക്കോട് വരുമ്പോ അനിയത്ത് വരുന്നുണ്ട്. രാവിലെ ഇവനെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വീടുണ്ട്. ആ വീടിന്റെ ഉള്ളിൽ മുകളിലും താഴത്തേക്ക് ഞാനൊരാളുണ്ടാവും. ആ ഹാളിൽ ഞാൻ അറിയ ഓരോ ഹാളും ഈ TV ഇത് സറൗണ്ടിങ് ആണ് എന്റെ ജീവിതം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പിന്നെ നെറ്റ് ഇവന് വേണ്ടിയിട്ട് ഇവനാക്കി വെച്ചാൽ പിന്നെ TV-ലും സീരിയൽ അങ്ങനത്തെ സിനിമ അതെനിക്ക് തീരെ താല്പര്യം സീരിയൽ. അത് കാണണ്ട. അപ്പൊ ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയണമെങ്കിൽ ഗെയിമിനെ പറ്റി എന്തെങ്കിലും ABCD അറിയണ്ടേ. അപ്പൊ ആ ഗെയിമിനെ പറ്റി പറയാൻ ഇങ്ങനെ കുട്ടികളെ കുറെ ഇങ്ങനെ വഴിതിരിച്ച് പോകുന്നുണ്ട്. അതിനെ പറ്റി പറയാം. എനിക്ക് ഇത് എന്ത് ഗെയിമാണ് ഇവരിങ്ങനെ പറയുന്നത്. നന്നായിട്ട് ഗൈഡ് ചെയ്യാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതാണ് അന്നേരമാണ് ഇതൊക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിലിപ്പോ എന്താ കുഴപ്പം ഒരു ഇതും തോന്നുന്നില്ലല്ലോ നമുക്ക്. കുട്ടികളോട് സംസാരിക്കുന്നില്ല, വീട്ടിൽ വന്നാലും രക്ഷിതാക്കളോട് ഇതാക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ അന്നത് അങ്ങനെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇവര് കൂടുതൽ മിങ്കിൾ ചെയ്യണ ആളാണ് അല്ലേ. കോഴിക്കോട് വരുമ്പോ എന്തായാലും അമ്മയെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു സമയം ആരുമില്ല, ഞാനും ഇവരും മാത്രമേ ഉള്ളൂ. അത് മൂപ്പര് ചിലപ്പോ ഇവിടെ എറണാകുളത്തൊക്കെ വന്നാല് ഇവിടെ ആരെങ്കിലും എനിക്ക് ആക്കിയിട്ടില്ല. വേറെ ആരും ആ വീടും ഞാനും ഉണ്ടാവും. വരുമ്പോ പറയണം, ആദ്യം പറഞ്ഞിട്ട് വരണം. പിന്നെ ഇവിടെ ഇത്തിരി ഇന്നെ മടക്കിക്കൊടും. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അർജുൻ ഞാൻ മടക്കൂല, എനിക്ക് എന്തായാലും ഒന്ന് കയറണം. വേണ്ട അമ്മ ഇതൊരു പ്രൈവസി ഒന്നും ഞാൻ ചെയ്യരുത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല മോനെ ഇവിടെ എത്തിരിഞ്ഞ് മടങ്ങിപ്പോ എനിക്ക് തീരെ രാത്രി ആവുമ്പോ ഭയങ്കര അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാർത്ത് ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ പോയി ഞാൻ മറങ്ങൂ, ഞാൻ ബെല്ലടിച്ചിട്ട് പോകും. അങ്ങനെ ഞാൻ പോയി ബെല്ലടിച്ചിട്ട് ഞാൻ ബെല്ലടിച്ചു എന്തായാലും വിളിച്ചു. ആരെങ്കിലും ഒരാൾ വരാതിരിക്കില്ലായിരുന്നു. സന്തോഷം തന്നെയാണ് നമുക്കത്. ചില പിള്ളേര് വീട്ടിൽ പറയാനൊക്കെ വന്നല്ലേ പിന്നെ തിരിച്ചെത്തിയില്ലെങ്കിൽ അത് നമുക്ക് ടെൻഷൻ. ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന നിങ്ങളോട് നന്ദി പറയുന്നു. ഫസ്റ്റ് താങ്ക്സ് പറഞ്ഞത്. ഞങ്ങൾ ഇറങ്ങട്ടെ. ആന്റിക്ക് ഒരു ഗിഫ്റ്റ് തരാം. എന്തായാലും ഇത്രയും ദൂരം ഞാനാണ് മക്കൾക്ക് എന്തെങ്കിലും കൊണ്ട് തരുന്നത്. അത് കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെ. വേറൊന്നുമല്ല, മിക്കവരും ഈ ഗെയിമിന് ഇതിനൊക്കെ ഓപ്പോസിറ്റ് പറയുമ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് കാണാൻ വരും. ഇവിടെയാണ് പറയേണ്ടത്. ഒരു അനിയത്തിന് പോയാൽ പറയാം ഏറ്റവും ശരിക്കും നമ്മളെ സമ്മതിക്കണം. അത് പെണ്ണുങ്ങൾ വീട്ടിൽ ശരിക്കും സമ്മതിച്ചില്ലെങ്കിൽ ഒരാളുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് തീർച്ചയായും. അവിടുന്ന് മെസ്സേജ് ഇട്ടിരുന്നു. ഇത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അവന്മാര് പറയുന്ന കേക്കുണ്ട് ഇവിടെ ഉള്ളിടത്തോളം കാലം അവരെല്ലാവരും കേൾക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഇല്ലെങ്കിൽ ചൂരലുണ്ട്. ഞാനിട്ട് പിന്നെ എറണാകുളത്തേക്ക് മാറിയിരുന്നു കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു അർജുന എവിടെയാ താമസിക്കുന്നത്, ഇങ്ങനെ ഓന്റെ ഫ്രണ്ടിന്റെ കൂടെ ഷെയർ ചെയ്ത് നിൽക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവരെ ഇത് വാട്സപ്പിൽ ഇതിൽ ഇൻസ്റ്റയിൽ എടുത്തിട്ട് ഞാൻ ചോദിച്ചു നോക്കണം, നിന്നെ കുറച്ച് ദിവസം അവിടെ കൊണ്ടുപോയി നിർത്തി ഒരു മാറ്റം വരുന്നു. അതെ, നല്ല മാറ്റം വരും. ഒത്തിരി പേര് ബൂട്ട് ക്യാമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു അനുഭവം വരുന്നു അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് എല്ലാവരും ഒന്ന് ഡൗൺ ആയി നിന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരാളുടെ വരവ്. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി അമ്മ. തീർച്ചയായും നിങ്ങളെപ്പോലുള്ളവരാണ് നമുക്ക് പ്രചോദനം. എന്താ പറയാ, ഒരു എല്ലാവരെയും കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ട് അറിയാം. വാസ്കോയൊക്കെ വന്നപ്പോൾ ജോസ് ഊട്ടി TKRPയിലെ കാര്യം വരെ അവർക്കറിയാം. അപ്പോൾ അത്ര ഇതായിട്ട് ഈ പ്രായത്തിലുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. ഇതിന്റെ പിറകെ നടന്ന് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അറിയാത്ത ഒരാള് നമ്മളെ ഒരുപാട് നാൾ പരിചയമുള്ളതൊക്കെ വന്ന് നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നൊരു നമ്മളെ കാണാൻ വന്ന ഒരാൾക്ക് ഞാൻ ആ ഒരു നമ്മുടെ FQCയിലെ മൊമെന്റ് എടുത്ത് കൊടുക്കണമെങ്കിൽ അത്ര
അത്രയും മനസ്സിൽ ഫീൽ തോന്നി അവരുടെ വാക്കുകൾ. പക്കരിയൊക്കെ വന്ന് ക്യാമറയൊക്കെ ഓണാക്കി വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറെ നേരം സംസാരിച്ചു കേട്ടോ. ഫസ്റ്റ് വന്നപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിതിന്റെ പുറകിലോ അല്ലെങ്കിൽ ഇതിൽ പിത്തായാലും ഇവിടെ ജാബി ആയാലും പലരും ഇതിന്റെ പുറകിൽ ഒരുപാട് ഇതിങ്ങനെ പോകുന്നതിൽ കഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ അത് നമ്മുടെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പോരായ്മകളോ ഇല്ലായ്മകളോ ഒന്നും നമ്മൾ കൊണ്ടുവരാറില്ല. ഉള്ളത് വെച്ചിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും മാക്സിമം നമ്മൾ ശ്രമിക്കാറുള്ളൂ. അങ്ങനെയുള്ള ടോപ്പിക്കിൽ തന്നെ നമ്മൾ ഒഴിവാക്കും അല്ലേ. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും എല്ലാവരുടെ വീട്ടിലും അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ നിലനിർത്തിയിട്ട് തന്നെയാണ് എല്ലാവരും ഒന്നിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഈ കണ്ടന്റ് ക്രിയേഷൻ അപ്പുറം പലതും ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അതൊക്കെ തടസ്സങ്ങളും പല കാര്യങ്ങളും കൊണ്ട് നിൽക്കും. എന്തായാലും അതൊക്കെ എല്ലാം മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്കതിന് കൂടുതൽ പ്രചോദനം തരും. നിങ്ങളുടെ നല്ല കമന്റ്സുകൾ പ്രതീക്ഷിക്കുന്നു, നല്ല രീതിയിലുള്ള കമന്റ്സുകൾ. നിങ്ങൾക്കറിയാം എന്ത് കമന്റ്സ് കിട്ടിയാലായിരിക്കും നമ്മൾ ഇതുപോലെ നമുക്ക് സന്തോഷവും ഒരു ഊർജ്ജമൊക്കെ തോന്നുന്നതും നമ്മളെ എങ്ങനെ തളർത്താമെന്ന് നിങ്ങൾക്കറിയാം. കുറെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്, നല്ലതും വളരെ വിരളമായിട്ടുള്ള ചെറിയ കമന്റ്സുകൾ കാണുന്നുണ്ട് നമ്മുടെ തളർത്തുന്നുള്ള രീതിയിൽ. എന്തിനെ കുറിച്ചാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ദേവി അതൊക്കെ ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾ എന്താ പറയാ, അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ഔട്ടർ എടുക്കുക. എന്നാൽ നിങ്ങളുടെ പവറിന് ഒരു ഔട്ടർ ആയിരിക്കും. സോ ഗൈസ്, അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ.